ധർമ്മസ്ഥലത്തെ കൊലപാതകങ്ങളൊക്കെ നടന്നത്. അപ്പോൾ ഈ ധർമ്മസ്ഥലം എന്ന പേരിട്ടിട്ട് ഇത്രയും സ്ത്രീകളെ അവിടെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ അമ്പലമാണതോ? ആ അമ്പലത്തിനെ പൊളിച്ചളയണം അവിടുന്ന്. ആ അമ്പലം പാടില്ല. ഇത്രയും ക്രൂരമായിട്ട് സ്ത്രീകളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കഴിഞ്ഞിട്ട് അവർ അത്രയും പിന്നെ ആൾക്കാരനെ മറവും ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന് അവിടെയുള്ള നാട്ടുകാരോ ആൾക്കാരോ ആരും ഒരു പരാതിയും കാര്യങ്ങളും ഉൾപ്പെടുത്താനോ പോലീസിൽ അറിയിക്കാനോ പോലീസുകാർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനോ ഒന്നും തയ്യാറായില്ല. ഇല്ലെങ്കിലും കർണാടകയിലെ പോലീസുകാർ പോലീസുകാരെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അന്വേഷിക്കില്ല എന്നുള്ളത് ഞാൻ കർണാടകയിൽ പോയി 2 മാസം നിന്നപ്പോൾ അവിടെ എല്ലാ ഫാദർ പറഞ്ഞായിരുന്നു. കർണാടകയിൽ പോയി നിന്ന് ഇവിടെ ഒരാളെ കൊന്നാൽ പോലും ഇവിടെ കേസില്ല മോളെ, അങ്ങനത്തെ സ്ഥലമാണ് ഇതെന്ന്. അപ്പം തന്നെ ഞാൻ ഫാദറിനോട് പറഞ്ഞു, ഫാദർ എന്നെ വേഗം എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. കാരണം എനിക്ക് പേടിയാണ്. കാരണം ഞങ്ങൾ അന്യനാട്ടിൽ പോയി മരണപ്പെട്ട് കഴിഞ്ഞൊക്കെയാണെങ്കിൽ ഇവിടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ അമ്മ ഉണ്ട്. എൻ്റെ അമ്മ എനിക്കും വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മ. പിന്നെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് യാതൊരു വിവരവും കാര്യങ്ങളും ഒന്നും കിട്ടില്ല. അപ്പം ഞാനത് കേട്ടപ്പോൾ ഞാൻ എൻ്റെ അമ്മനോട് ഫാദറിനോട് ഞാൻ വേഗം പറഞ്ഞു, ഫാദറെ നിങ്ങളെന്നെ വേഗം എൻ്റെ വീട്ടിൽ വയനാട്ടിൽ എൻ്റെ മാമൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി തന്നളിയെന്ന് പറഞ്ഞു. അങ്ങനെ ഫാദർ അന്ന് തന്നെ അത് ഞാൻ കേട്ടപ്പോൾ എനിക്ക് ആകെപ്പാടെ വിഷമായി. ഫാദർ അപ്പം തന്നെ എന്നോട് റെഡി ആയിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് വണ്ടിയൊന്നും കിട്ടില്ല, വണ്ടിയോ ഒരു ഓട്ടോറിക്ഷയോ ഒന്നും കിട്ടില്ല. 3, 4, 5 മണിക്കൂർ നിന്നിട്ടാണ് ഞങ്ങൾക്കൊരു ബസ് കിട്ടിയത്. എന്നിട്ട് ആ ബസ്സിൽ പോയി ഇറങ്ങി, എന്നിട്ട് പിന്നെ ഒരു ബസ് കയറി ട്രെയിനിലേക്ക് എത്തി. അവിടെ നിന്ന് ഇങ്ങോട്ട് നേരം വെളുക്കുമ്പോഴേക്ക് ഇവിടെ കണ്ണൂരെത്തി. നേരം വെളുത്ത ഒരു 6-7 മണിയാകുമ്പോഴേക്ക് കണ്ണൂരെത്തി. ഒരു ദിവസം രാത്രി ഫുള്ള് ഇരിക്കണം, എന്നെങ്കിലും നമ്മൾ കർണാടകയിൽ നിന്ന് കണ്ണൂരിലേക്ക് എത്തുള്ളൂ. അങ്ങനത്തെ സ്ഥലമാണ് ആ പ്രദേശം, കർണാടക എന്ന് പറയുന്ന സ്ഥലം. പിന്നെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ അർജുനെ കുറിച്ചിട്ട് തന്നെ അവിടെ ഫോറസ്റ്റുകാരോടും പോലീസുകാരോടൊക്കെ പരാതിപ്പെട്ടിട്ട് ആ മനാഫ് എന്ന് പറയുന്ന ആ കുട്ടി എത്ര കഷ്ടപ്പെട്ട് ആ മനാഫിന്